തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിലായിരിക്കുന്നു. ഒരു കേന്ദ്രമന്ത്രിയുടെ മണ്ഡലം എന്ന നിലയിൽ കൂടി ദേശീയ വിഷയങ്ങൾ മുതൽ കുട്ടനാട് പാക്കേജ് വരെയുള്ളവ ഇവിടെ ചർച്ചാ വിഷയങ്ങളാണ്. സിറ്റിംഗ് എം പി കൂടിയായ കേന്ദ്രമന്ത്രി ശ്രീ കെ സി വേണുഗോപാലിനെതിരെ CPM-ന്റെ ശക്തനായ നേതാവ് ശ്രീ CB ചന്ദ്രബാബുവിനെയാണ് ഇടതുപക്ഷം രംഗത്തിറക്കിയിരിക്കുന്നത്. ഒപ്പം NDA സ്ഥാനാർത്ഥിയായി ശ്രീ AV താമരാക്ഷനും മത്സരിക്കുന്നു. ആലപ്പുഴയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിനായി നമ്മളോടൊപ്പം ചേരുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ M ലിജു, ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച് CPM നേതാവ് ശ്രീമതി പ്രതിഭ ഹരി, BJP നേതാവ് ശ്രീ K സോമൻ എന്നിവരാണ്. ആലപ്പുഴയിലെ വോട്ടർമാരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. സ്വാഗതം കൊടിപ്പടയിലേക്ക്. ആദ്യം ശ്രീ ലിജു, 18 വർഷത്തിന് ശേഷം KR ഗൗരിയമ്മ കൂടെ ഇല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് ആലപ്പുഴയിൽ സംഘടനാപരമായി ഒരല്പം ദുർബലമായോ? KR ഗൗരിയമ്മ UDF-ലെ അവിഭാജ്യ ഘടകമായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ പകരം വെക്കാനില്ലാത്ത നേതാവാണ്. പക്ഷേ എങ്കിലും ഐക്യജനാധിപത്യ മുന്നണിക്ക് ഗൗരിയമ്മയുടെ നഷ്ടം ഒരു തരത്തിലും ബാധിക്കുകയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഗൗരിയമ്മയോടൊപ്പം ഉണ്ടായിരുന്ന പ്രമുഖരായ നേതാക്കൾ, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇന്നലെ രാജൻ ബാബുവും ശ്രീ KK ഷാജുവുമൊക്കെ അടങ്ങുന്ന JSS ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ഭരണവും കഴിഞ്ഞ 5 വർഷക്കാലം ആലപ്പുഴയെ പ്രതിനിധീകരിച്ച ശ്രീ KC വേണുഗോപാൽ എന്ന ഊർജ്ജസ്വലനായ ജനപ്രതിനിധിയുടെ നേട്ടങ്ങളും ഈ തെരഞ്ഞെടുപ്പിലും UDF-ന് സഹായകരമാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഉറപ്പായും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കുന്നതിന് ചെയ്യും. ചേർത്തല, അരൂർ പോലുള്ള ഘടകങ്ങളിലൊക്കെ ഗൗരിയമ്മ എന്ന് പറഞ്ഞാൽ അതൊരു അവിഭാജ്യ ഘടകം തന്നെയായിരുന്നു എന്നുള്ളത് ശ്രീ ലിജുവിനും അറിയാം. ഈ നാട്ടുകാരൻ എന്ന നിലയിൽ അതിനെ തീരെ കുറച്ച് കാണുകയാണോ? ഞാൻ ഗൗരിയമ്മ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ മഹത്വത്തെ ഒരിക്കലും കുറച്ച് കാണുന്നില്ല. പക്ഷേ ഗൗരിയമ്മ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ അതിജീവിക്കുന്ന, ഗൗരിയമ്മയുടെ രാഷ്ട്രീയത്തെക്കാൾ ശരിയുടെ രാഷ്ട്രീയം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസും ജനാധിപത്യ മുന്നണിയുമാണ്. അതുകൊണ്ട് ഞാൻ കരുതുന്നത് ഗൗരിയമ്മ എന്ന വ്യക്തിക്കപ്പുറത്ത് ഗൗരിയമ്മ ഇപ്പോൾ പ്രതിദാനം ചെയ്യുന്ന ആശയത്തേക്കാൾ മികച്ചത് കോൺഗ്രസിൻ്റെ ആശയമായതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിക്കുക തന്നെ ചെയ്യും. CPM-ലും ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ വടകരയിൽ ഒഞ്ചിയത്തൊക്കെ ഉണ്ടായതുപോലെ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടായ ജില്ലയാണ് ആലപ്പുഴ. കഞ്ഞിക്കുഴിയിലൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ 2 ഏരിയ കമ്മിറ്റികൾ തന്നെ പിരിച്ചുവിടേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി. ഈ പ്രതിസന്ധിയൊക്കെ മറികടന്ന് എങ്ങനെയാണ്, അതും ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശ്രീ ചന്ദ്രബാബുവിന് പിന്നിൽ അണികൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കാരണം ഞങ്ങൾക്ക് ആലപ്പുഴയിൽ വലിയ പ്രതീക്ഷ നൽകുന്ന, ആലപ്പുഴയിലെ ജനങ്ങൾക്ക് ആകെ തന്നെ ഒട്ടേറെ മാറ്റങ്ങൾക്ക് ആലപ്പുഴ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പം വരാൻ പോകുന്ന 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതിൽ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കേറെ ആവേശമാണല്ലോ. കാരണം ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയാണ്, ഞങ്ങളുടെ അനിഷേധ്യനായിട്ടുള്ള പാർട്ടി നേതാവാണ് ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കുന്നത്. ആലപ്പുഴ ജില്ലക്കാരനാണ്. ആലപ്പുഴയുടെ ഓരോ ഹൃദയ തുടിപ്പുകളും അറിയാവുന്ന ഏറ്റവും മാന്യതയുടെ, സത്യസന്ധതയുടെ, ഏറ്റവും തുറന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സഖാവ് CB ചന്ദ്രബാബു. തീർച്ചയായിട്ടും ഈ ആലപ്പുഴയിലെ ജനങ്ങൾ സഖാവ് CB ചന്ദ്രബാബുവിനെ അവരുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുമെന്നുള്ള ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ടല്ല ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിനകത്ത് എന്ത് വിമതസ്വരം, അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളുമില്ല. ഒറ്റക്കെട്ടായിട്ട് സംഘടനാ സംവിധാനം ചിട്ടയായി പ്രവർത്തിച്ചുകൊണ്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഞങ്ങളെ എല്ലാവരെയും സംബന്ധിച്ച് ഞങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തിരിക്കുന്ന നേതാവാണ് സഖാവ് CB ചന്ദ്രബാബു. ചന്ദ്രബാബുവിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയത് തന്നെ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് ഒതുക്കാനാണെന്ന ആക്ഷേപം പോലും മറുപക്ഷം ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും രാഷ്ട്രീയമാകുമ്പോഴത്തേക്കും അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വരുന്നത് സ്വാഭാവികം മാത്രമാണല്ലോ. അതിപ്പോൾ രാഷ്ട്രീയ വേദിയാകുമ്പോൾ മറ്റൊന്നും ചർച്ച ചെയ്യാനില്ല. ഞങ്ങൾ ഒരു നയത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. ആ നയമാണ് ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. മറ്റൊന്നും ചർച്ച ചെയ്യാനില്ലാത്തവർ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് അത് കേവലമായ അവരുടെ അല്പത്തരം മാത്രമേ ഞങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷേ രാഷ്ട്രീയം മുൻനിർത്തി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന നിലപാടുകൾ, നയങ്ങൾ, അതാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഭൂരിഭാഗം മണ്ഡലങ്ങളിലും BJP സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമ്പോൾ ആലപ്പുഴയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു? ജനവിരുദ്ധമായ ഈ 2 മുന്നണികൾക്കുമെതിരായി ജനകീയ ബദൽ എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു മുന്നണിക്ക് നേതൃത്വം നൽകാൻ വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ആലപ്പുഴ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ശ്രീ AV താമരാക്ഷനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ട് ഒരു പുത്തൻ സമീപനം ഭാരതീയ ജനതാ പാർട്ടി ഈ പാർലമെന്റ് മണ്ഡലത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഈ 2 മുന്നണികളുടെയും കഴിഞ്ഞകാല ചെയ്തികളുടെ ജനവിരുദ്ധത ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ കിട്ടിയിട്ടുള്ള ഒരു സുവർണ അവസരം എന്ന നിലയിലാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ജനവിരുദ്ധ സമീപനങ്ങളും ഈ 2 മുന്നണികളുടെയും കേന്ദ്ര സർക്കാരിൻ്റെയുമാണ്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ സമീപനങ്ങൾക്കാകെ കൂട്ടുപിടിച്ച് കോൺഗ്രസിനെ ഇത്രയേറെ ജനവിരുദ്ധ സമീപനങ്ങൾ ചെയ്യാൻ വേണ്ടി ശക്തരാക്കിയതിൻ്റെ പിന്നിൽ ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുള്ള പങ്ക് മറക്കാവുന്നതല്ല.
അതുകൊണ്ട് ഈ രണ്ട് മുന്നണികളുടെയും കേന്ദ്രത്തിന്റെ ഒരു മുന്നണിയുടെയും ജനവിരുദ്ധ സമീപനങ്ങളും ജനദ്രോഹ നടപടികളും ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കും. ഒരുപക്ഷെ രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ അഴിമതി കഥകൾ കടന്നുപോയ ഒരു ഭരണകാലഘട്ടമാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വലിയ തോതിൽ ജനങ്ങളെ ബുദ്ധിമുട്ടുകയും ചെയ്തു. ഇതെല്ലാം ഈ തീരുമാനങ്ങളെല്ലാം എടുത്ത ഒരു മന്ത്രിസഭയുടെ ഭാഗമായിരുന്ന ആൾ കൂടിയാണ് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി. വെല്ലുവിളികൾ കടുത്തതല്ലേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? ഞാൻ ആലപ്പുഴയിൽ മാത്രമല്ല രാജ്യത്താകമാനം കോൺഗ്രസ് അനുകൂലമായ സാഹചര്യമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. കാരണം അതിന് വ്യക്തമായ ചില കാരണങ്ങളുമുണ്ട്. ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ജനതയെ ഇത്രമാത്രം ശാക്തീകരിച്ച ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല. നമുക്കറിയാം വിവരാവകാശ നിയമം, 82 കോടി ജനങ്ങൾക്ക് ഭക്ഷണം ഉറപ്പുവരുത്തിയ അവകാശമാക്കി മാറ്റിയ ഭക്ഷ്യസുരക്ഷാ നിയമം, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, കുഞ്ഞുങ്ങൾക്കുള്ള ദേശീയ ഉച്ചഭക്ഷണ പദ്ധതി, SSA, ദേശീയ ഗ്രാമീണാരോഗ്യ പദ്ധതി തുടങ്ങി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം ജനക്ഷേമകരമായ പദ്ധതികൾ ആവിഷ്കരിച്ച ഒരു ഗവൺമെൻറ് വേറെയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനത കോൺഗ്രസ് അനുകൂലമായി വോട്ട് ചെയ്യും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. MP ഫണ്ട് വിനിയോഗത്തിൽ കേരളത്തിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന MP-മാരിൽ ഒരാൾ, എല്ലാ വിഷയങ്ങൾക്കും സജീവമായി ഇടപെടുന്നയാൾ, തീരദേശത്തിന്റെ സംരക്ഷണത്തിനായി നബാർഡിന്റെ പ്രത്യേക പദ്ധതി പ്രകാരം തീരസംരക്ഷണത്തിൽ പദ്ധതി കൊണ്ടുവന്നയാൾ, ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലും സജീവമായി നിൽക്കുന്ന. പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യം UPA സർക്കാരിന്റെ നയങ്ങൾ, ആ സർക്കാരിന്റെ ഭാഗമായിരുന്ന ഒരു മന്ത്രിയാണ് ഇവിടെ മത്സരിക്കുന്നത്. ആ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കണം. അഴിമതി, വിലക്കയറ്റം തുടങ്ങി UPA സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, UPA സർക്കാരിൻ്റെ നയങ്ങൾ ജനവിരുദ്ധം എന്ന അഭിപ്രായമുള്ളത് പ്രതിപക്ഷത്തിന് മാത്രമാണ്. ഞങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പദ്ധതികൾ ഇതൊക്കെ തന്നെ ജനതയ്ക്ക് അവകാശം നൽകിയ പദ്ധതികളാണ്. ഞാൻ നേരെ സമ്മതിച്ചു, അഴിമതി ആരോപണങ്ങൾ UPA കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്ന ആ കാലഘട്ടത്തിൽ ഒരു അഴിമതിക്കാരനെ പോലും സംരക്ഷിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ലിജു, കോൺഗ്രസിനൊപ്പം രാജ്യത്തെ ജനങ്ങൾ നിൽക്കുന്നു എന്ന് ഇപ്പോൾ വിശ്വസിക്കുന്നെങ്കിൽ അദ്ദേഹത്തോട് എനിക്ക് സഹതാപം തോന്നുകയാണ്. 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമ്മുടെ രാജ്യം കണ്ടു. ഡൽഹിയിൽ 15 വർഷമായി അധികാരത്തിലിരുന്ന സർക്കാരിനെയാണ് തൂത്തെറിഞ്ഞത്. അവിടെ മുന്നേറിയ കക്ഷി ഭാരതീയ ജനതാ പാർട്ടിയാണ്. രാജസ്ഥാനെയും മധ്യപ്രദേശിനെയും കുറിച്ചൊന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല. ഇന്ത്യയിലെ ഏത് വലിയ സംസ്ഥാനമാണ് കോൺഗ്രസ് ഭരിക്കുന്നത്? കോൺഗ്രസിന് എവിടെ നിന്നാണ് പ്രതീക്ഷ? ഒരു MP ഇടതുപക്ഷത്തിന്റെ പാനലിൽ ജയിച്ചു പോയാൽ കേന്ദ്രത്തിൽ പോയി ഇവരെന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. മൂന്നാം മുന്നണി ഉണ്ടാക്കാൻ ശ്രമിച്ചു, പലയിടത്തും ഓടി നടന്നെങ്കിലും മിക്കയിടത്തും അഭയം കിട്ടിയില്ല, തിരിച്ചു പോരേണ്ടി വന്നു എന്ന ആക്ഷേപമുണ്ട്. ഒരു MP ആയി ഇവിടുന്ന് ഒരാളെ തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ 10 പേരെ തിരഞ്ഞെടുത്തു വിട്ടാൽ ദേശീയ തലത്തിൽ CPM എന്ത് നിലപാടാണ് ഈ രാജ്യത്തിന്റെ ഭരണ രൂപീകരണത്തിൽ എടുക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും മൂന്നാം ബദൽ എന്നൊരു വലിയ ആശയമാണല്ലോ ഇടത് പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നത്. ഈ രാജ്യത്ത് ഇപ്പം ശ്രീ ലിജു പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് വലിയ അതിശയോക്തിയാണ് അതിൽ തോന്നിയത്. കാരണം ജനങ്ങളുടെ മനസ്സിലാണ് കോൺഗ്രസ് പോലെയൊരു പ്രസ്ഥാനം ഉള്ളതെന്ന് പറഞ്ഞു. ഇപ്പം എന്ത് അടിസ്ഥാനത്തിലാണ് അത് പറയുന്നതെന്നാണ് ഞാൻ ആശങ്കപ്പെട്ടത്. കാരണം പാചകവാതകത്തിൻ്റെ വില മാത്രം ഈ ഇന്ത്യയിലെ സ്ത്രീകൾ തിരിച്ചവർ ചോദിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കെല്ലാം. കേവലമായി 270 രൂപയിൽ കിടന്ന പാചകവാതകത്തിന് 1300-ലധികം രൂപയിലേക്ക് വന്നത് കേവലമായി യാദൃച്ഛികമായിട്ടല്ല. അവിടെ റിലയൻസ് പോലെയുള്ള കമ്പനികൾക്ക് ഈ അവകാശം എഴുതി കൊടുത്തവരാണ് UPA ഗവൺമെൻറ്. എന്നിട്ട് പറയുകയാണ് ജനങ്ങളുടെ ഹൃദയത്തിലാണ് ഞങ്ങൾക്ക് സ്ഥാനമെന്ന്. അതുപോലെ ആലപ്പുഴയിലെ കാര്യം പറഞ്ഞു. ആലപ്പുഴയിൽ യഥാർത്ഥത്തിൽ നമ്മൾ ശ്രീമാൻ ലിജു തന്നെ നെഞ്ചിൽ കൈവച്ച് നോക്കിയാൽ എന്ത് വികസനമാണ് ആലപ്പുഴയെ ചൂണ്ടിക്കാണിക്കാനുള്ളത്? ഇന്ന് ആലപ്പുഴ പട്ടണത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ഈ നാട്ടുകാർക്ക് വേണ്ടത് ബൈപ്പാസാണ്. ഈ 30 വർഷങ്ങൾക്ക് ശേഷം ഇനി അടുത്ത മിനിസ്ട്രി വരുമ്പോൾ നടത്തുമെന്ന് പറയുന്നത് നരേന്ദ്രമോദി വന്നിട്ട് നടത്തുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ടെൻഡർ വിളിച്ചപ്പോൾ നിലവിൽ കോട്ട് ചെയ്ത എസ്റ്റിമേറ്റിനേക്കാൾ 40% അധികം ഉള്ള ടെൻഡർ മാത്രം വന്നതുകൊണ്ട് ആ ടെൻഡർ ക്യാൻസൽ ചെയ്ത് റീടെൻഡർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുക്കുന്നതുകൊണ്ട് മാത്രം അത് നടക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഞാൻ 2 ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ VS അച്യുതാനന്ദൻ. ഈ സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രിയായിരുന്നു ശ്രീ തോമസ് ഐസക്. ആലപ്പുഴ ജില്ലയിൽ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും ശ്രീ തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്ത് നടപടിയാണ് ബൈപ്പാസ് വേണ്ടി സ്വീകരിച്ചത്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആലപ്പുഴ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വെള്ളത്തിൽ വരച്ചൊരു വരയായിട്ട് അവിടെ നിൽക്കുക. ബൈപ്പാസ് ആയിട്ടില്ല ഇവിടെ. അപ്പൊ ആയിട്ടില്ല. ഭരണാധിപതി കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് അതിനു മുമ്പ് സംസ്ഥാന നിയമസഭയിൽ മന്ത്രിയായിട്ടിരുന്ന ആള്, അതിനുശേഷം കേന്ദ്ര മന്ത്രിസഭയിൽ 2 വകുപ്പുകളുടെ മന്ത്രിയായിട്ടിരുന്ന ആള്. പറഞ്ഞു തീർക്കട്ടെ. ഇവിടെ ബൈപ്പാസ് ഇല്ല. ഇത് ബൈപ്പാസ് ഉള്ള ഇതുപോലെ ഗതാഗത കുരുക്കിൽ
ടെൻഡർ നടന്നിട്ടുണ്ടോ? നടന്നിട്ടില്ലേ? നടന്നിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ ആലപ്പുഴയുടെ വികസന കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അറിയുന്നില്ല എന്നാണ് അർത്ഥം. അറിയുന്നില്ല എന്നർത്ഥം. ആലപ്പുഴയുടെ വികസന പ്രവർത്തനങ്ങൾ അറിയുന്നില്ല എന്നർത്ഥം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം വില പോകില്ല ആലപ്പുഴയില്. KC വേണുഗോപാൽ മന്ത്രിയായിരുന്ന സമയത്ത് 30 മാസത്തിനുള്ളിൽ ബൈപ്പാസിന്റെ പ്രവർത്തനം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞതാണ്. 30 മാസത്തിനുള്ളിൽ ബൈപ്പാസിന്റെ പ്രവർത്തനം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞാണ് KC വേണുഗോപാൽ മന്ത്രിയായി അധികാരമേറ്റത്. 30 മാസം കഴിഞ്ഞ് ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ 30 ദിവസം മാത്രമുള്ളപ്പോഴാണ് ഇത്തരമൊരു പ്രഖ്യാപനവുമായി വന്നത്. ഇത് തട്ടിപ്പാണ്. ആലപ്പുഴ ബൈപ്പാസിന്റെ പൂർത്തീകരണം അടുത്ത അധികാരത്തിൽ വരാൻ പോകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാർ പൂർത്തിയാക്കുമെന്ന് ഉറപ്പു തരാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാം. കാക്കാഴത്തെ കാക്കാഴൻ തോട്, ഇടത് വലത് മുന്നിലെ കാപ്പിത്തോട്, ആ കാപ്പിത്തോടിന്റെ വികസനം പറഞ്ഞ് നിങ്ങൾ കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിയും രാജ്യം ഭരിക്കുന്ന മുഴുവൻ മേഖലകളിലും എത്തിയിട്ട് കേരളത്തെ മാലിന്യ കൂമ്പാരത്തിൽ ഒതുക്കിക്കൊണ്ട് ഒരു വികസനം എന്ന് പറഞ്ഞ കാപ്പിത്തോട് മാറ്റുമെന്ന് പറഞ്ഞ ആ വികസനം എന്ത് മാലിന്യം മാറ്റൽ വികസനമാണ് നിങ്ങൾ നടപ്പാക്കിയത്? ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും കാതലായ ഒരു ഇഷ്യൂ ആയിരുന്നു കാപ്പിത്തോട് ഇഷ്യൂ. പക്ഷേ ഈ നിമിഷം വരെ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ, ആലപ്പുഴയുടെ MP എന്ന നിലയിൽ ആ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി ശ്രീമാൻ KC വേണുഗോപാൽ തയ്യാറായിട്ടില്ല. നമ്മുടെ ജില്ലയിലെ മാലിന്യ പ്രശ്നത്തെ കുറിച്ച് പറയുമ്പോൾ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സമുദ്രോൽപ്പന്ന കയറ്റുമതിയുള്ള ഒരു ജില്ല നമ്മുടെ ആലപ്പുഴ ജില്ലയാണ്. അത് പരിശോധിക്കേണ്ടതാണ്. കാപ്പിത്തോടിന്റെ വിഷയത്തിൽ നമുക്കറിയാം, കാപ്പിത്തോടിന്റെ മലിനീകരണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. എനിക്ക് പക്ഷേ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ അമ്പലപ്പുഴയുടെ ജനപ്രതിനിധിയും ഈ 2 വർഷക്കാലത്തെ ജനപ്രതിനിധി ശ്രീ G സുധാകരനാണ്. കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം മന്ത്രിയുമായിരുന്നു. ഒരു ചിരട്ട കൊണ്ടെങ്കിലും ആ കാപ്പിത്തോട്ടിലെ മലിനജലം എടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട പ്രതിവാരോട് PT പദവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പാർട്ടി അന്വേഷിച്ചത് ആരെയാണ്, എത്ര സമിതി ഉണ്ടായിരുന്നു, ആരൊക്കെയാണ് പാർട്ടി അന്വേഷിപ്പിച്ചത്? TP വധക്കേസിൽ പാർട്ടി വ്യക്തമായ നിലപാടുകൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ സംസ്ഥാനത്ത് നടന്ന, നിങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ തോന്നുന്നു ഈ സംസ്ഥാനത്ത് നടന്ന ഒരേ ഒരു രാഷ്ട്രീയ കൊലപാതകം TP വധക്കേസ് മാത്രമാണോ ഇത്ര ആവേശകരമായി ചർച്ച ചെയ്യാനായിട്ട്? അതിൽ വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് രാധ എന്ന് പറയുന്ന ഒരു പാവം പെൺകുട്ടി നിലമ്പൂര് പാർട്ടി ഓഫീസിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ട് എന്ത് നിലപാടാണ് ഈ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എടുത്തിട്ടുള്ളത്? നിങ്ങളാണ് മറുപടി പറയേണ്ടത്. ചന്ദ്രശേഖരൻ വധത്തിൽ CPM-ന്റെ വാദം ഈ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പോലും ബോധ്യപ്പെടുത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. അച്യുതാനന്ദനെ ബോധ്യപ്പെടുത്താതെ കേരളത്തിലെ ജനങ്ങളുടെ നേരെ നോക്കിയിട്ട് കാര്യമുണ്ടോ? നിലമ്പൂരിൽ രാധ എന്ന് പറഞ്ഞൊരു സ്ത്രീ കൊല ചെയ്യപ്പെട്ടു. ആ കൊല ചെയ്യപ്പെട്ട ആ കൊന്ന പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റ് ചെയ്ത പ്രതികൾക്ക് വേണ്ടി ഞങ്ങൾ ബക്കറ്റ് പിരിവ് നടത്തിയില്ല. അവരെ കാണാൻ വേണ്ടി ഞങ്ങളുടെ നിയമസഭാ സ്പീക്കറോ ഞങ്ങളുടെ ആഭ്യന്തരമന്ത്രിയോ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റോ അവർക്ക് വേണ്ടി പത്രസമ്മേളനം നടത്തിയില്ല. പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. വികസന പ്രവർത്തനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരമാക്കിയിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ. ഓരോ ജനപ്രതിനിധിയുടെ വികസന താൽപര്യതയും അദ്ദേഹത്തിന്റെ നേട്ടങ്ങളും ചർച്ച ചെയ്ത് വിചാരണയ്ക്ക് വിധേയമായി വിധി പ്രഖ്യാപിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. ഈ KC വേണുഗോപാൽ എവിടെയായിരുന്നു? ഇപ്പൊ കിടന്ന് നെട്ടോട്ടം ഓടുന്ന ഈ ഓട്ടം കഴിഞ്ഞ 4.25 വർഷം ഇവിടെ DCC കൂടിയപ്പോ ഈ DCC അംഗങ്ങൾ വിളിച്ച ഫ്ലെക്സ് വിളിച്ചവരാണ്. ഇയാൾ അറിയാവോ? ശ്രീ KC വേണുഗോപാൽ ആലപ്പുഴ ജില്ലയിൽ തന്റെ സജീവ സാന്നിധ്യം കൊണ്ട് കരുനാഗപ്പള്ളി മുതൽ അരൂര് വരെ ഏത് വിഷയങ്ങളുണ്ടായാലും സജീവമായി ഇടപെട്ടും അനവധി പദ്ധതികൾ ഞാൻ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. അനവധി പദ്ധതികൾ കേരളത്തിൽ തന്നെ ഏറ്റവും ഫലപ്രദമായി MP ഫണ്ട് വിനിയോഗിച്ച MP എന്ന നിലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ അനവധി പദ്ധതികൾ ആവിഷ്കരിച്ച ഒരാളെന്ന നിലയിൽ, തീരദേശത്തെ സംരക്ഷിച്ച ഒരാൾ, കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം വളരെ സജീവമായി ഇവിടെ ഉണ്ടായിരുന്നു. ഫ്ലെക്സ് മന്ത്രി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിനല്ല ചേരുന്നത്, അത് CPM-ന്റെ മന്ത്രിമാർക്കാണ്. ഒരു വ്യവസായവും കൊടുക്കാൻ ധൈര്യപ്പെടാത്ത വേണുഗോപാലിന് എന്തിനും ഞങ്ങൾ വോട്ട് ചെയ്യണം? നമുക്കറിയാം ബ്രഹ്മോസ് മിസൈലിന്റെ യൂണിറ്റ്, ഇവിടുത്തെ കേന്ദ്ര പവർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മെട്രോ റെയിൽ, വല്ലാർപ്പാടത്തെ കണ്ടെയ്നർ ടെർമിനൽ, LNG ടെർമിനൽ തുടങ്ങി എണ്ണിയാൽ തീർക്കാത്ത 63,000-ൽ പരം കോടി രൂപയുടെ പദ്ധതികളാണ് UPA ഗവൺമെന്റ് കാലഘട്ടത്തിൽ കേരളത്തിലെത്തിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം, ഈ കാലഘട്ടം കേരളത്തിന്റെ സുവർണ്ണ കാലഘട്ടമാണ്. നമ്മുടെ രാജ്യം രക്ഷപ്പെടണ്ടേ? ലിജുവിനെ എനിക്കും രക്ഷപ്പെടണ്ടേ? ലിജു അഭിമുഖീകരിക്കുന്ന ജനങ്ങളും ലിജു പ്രതിദാനം ചെയ്യുന്ന ജനങ്ങളും
ഞാൻ പ്രതിദാനം ചെയ്യുന്ന ജനങ്ങൾ രക്ഷപ്പെടണ്ടേ? നമുക്കൊരു രക്ഷപ്പെടുന്ന സാമ്പത്തിക വേണ്ടേ? അതിന് പകരമായി എന്ത് പറയാനുണ്ട്? രണ്ടാമത് ലിജു ഇപ്പൊ പറഞ്ഞ വികസന പ്രവർത്തനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ KC വേണുഗോപാൽ അറിയുന്നുണ്ടോ ഈ പറഞ്ഞൊക്കെ ചെയ്തെന്നുള്ളത്? 2004-ലെയും 2009-ലെയും ആഗോള സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിച്ച രാജ്യമാണ് ഇന്ത്യ. കാരണം ലോകത്തിലെ മുഴുവൻ സാമ്പത്തിക ശക്തികളും തകർന്ന ഈ രണ്ട് സാമ്പത്തിക പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്ത് പകർന്നത് കോൺഗ്രസ്സാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം, ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിനായി ഈ രാജ്യം ഇന്ന് മാറ്റിവെച്ചിരിക്കുന്നത് 1,15,000 കോടി രൂപയാണ്. ഇന്ത്യ എന്തുകൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകാതിരുന്നുള്ള മറുപടി പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആകെ തന്നെ സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് LIC യെ പോലും സ്വകാര്യവൽക്കരിച്ചില്ലേ? ഭക്ഷ്യസുരക്ഷാ ബില്ലിനെ പറ്റി ലിജു പറഞ്ഞു. 74% പേർക്കും ഇവിടെ റേഷൻ സമ്പ്രദായം ഇല്ലാതാവാൻ പോവുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്ത് എന്ത് ഭക്ഷ്യസുരക്ഷാ നിയമമാണ് പറയുന്നത്? ഇവിടെ APL BPL വ്യത്യാസമില്ലാതെ എല്ലാവർക്കും റേഷൻ കൊടുക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഈ രാജ്യത്ത് ഉണ്ടാവേണ്ടത്. അവിടെ എന്തിനാണ് വ്യത്യാസം കൊണ്ടുവരുന്നത്? ഈ കേരളത്തിനൊരു പാരമ്പര്യമുണ്ട്. പൊതുഭരണ സമ്പ്രദായം ഏറ്റവും ശക്തമായി നടപ്പാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഭക്ഷ്യസുരക്ഷാ നിയമം എന്ന് പറഞ്ഞ വെറും തുറുപ്പ് ചീട്ട് ഇലക്ഷൻ തന്ത്രമായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. ഇതിലൂടെ അനേകായിരം വരുന്നവർക്ക് ലക്ഷക്കണക്ക് പേർക്ക് റേഷൻ നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾ തിരിച്ചറിയാൻ പോവുകയാണ്. ഇവിടെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് പറഞ്ഞ് സാമ്പത്തിക രംഗം വലിയ പുരോഗതിയിലേക്ക് പോയി എന്ന് പറയുമ്പം അത് സാധാരണക്കാരന് അനുഭവവേദ്യമല്ല. സാധാരണക്കാരനെ സഹായിക്കുന്ന സാമ്പത്തിക വിപ്ലവങ്ങളാണ് നമ്മൾക്ക് ആവശ്യം. എവിടെയാണ് ഇപ്പൊ ഗ്യാസിന് 850-ൽ പരം രൂപ സബ്സിഡി കൊടുത്ത് ഞങ്ങള് സാധാരണ കുടുംബത്തിൽ സാധാരണ ഒരു കുടുംബം, അച്ഛനും അമ്മയും മക്കളും ഒക്കെ അടങ്ങുന്ന 6 പേരടങ്ങുന്ന കുടുംബം ഒരിക്കലും 12 ഗ്യാസ് സിലിണ്ടർ കൂടുതൽ വാങ്ങാറില്ല. 6 സിലിണ്ടർ അല്ലെ 7 സിലിണ്ടർ. ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ വരുന്ന എന്റെ വീട്ടിൽ 7 സിലിണ്ടർ അപ്പുറം വാങ്ങാറില്ല. 12 സിലിണ്ടർ വരെ 850 രൂപ സബ്സിഡി കൊടുത്ത് 440 രൂപയ്ക്കാണ് ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നത്. അപ്പോ ഈ പറയുന്ന കണക്കിൽ അർത്ഥമില്ല. പള്ളിപ്പുറം മലബാർ സിമന്റ് പൂട്ടി 1000-ഓളം കുടുംബം പട്ടിണിയിലാണ്. ഒരു സ്ഥാപനമായ എക്സലാസ് കൂട്ടി 1000-ന് മേളിൽ കുടുംബങ്ങൾ പട്ടിണിയിലാണ്. KSTPയുടെ പകുതി വൈറ്റമിൻ എ പ്ലാന്റ് വിറ്റ് കാശ് മേടിച്ചു. അതോടൊപ്പം തന്നെ മറ്റൊരു സ്ഥാപനമായിട്ടുള്ള ചേർത്തലയിലെ ഓട്ടോ കാശില് BS അച്യുതാനന്ദ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്ന റെയിൽവേ വാഗൺ ഫാക്ടറി KC വേണുഗോപാൽ ഒന്നിനു ശേഷം അട്ടിമറിച്ചു. ആലപ്പുഴ ജില്ലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നവീകരണത്തിനായി ഏറ്റവും കൂടുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് UDF ഗവൺമെന്റാണ്. ഇപ്പൊ KSTPയുടെ നവീകരണത്തിനായി സ്വീകരിച്ചിട്ടുള്ള നടപടികൾ നമുക്ക് ഏവർക്കും അറിയാം. അതുകൂടാതെ ഇപ്പോൾ ചില സ്ഥാപനങ്ങൾ പൂട്ടിക്കിടക്കുമ്പോൾ അല്ലെങ്കിൽ പല സാങ്കേതിക പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നത് വിസ്മരിക്കരുത്. ഉദാഹരണത്തിന് വാഗൺ ഫാക്ടറിയുടെ കാര്യത്തിൽ സ്ഥലം ഏറ്റെടുക്കൽ ഒരു വലിയ പ്രശ്നമാണ്. വളരെ ആസൂത്രിതമായി സ്ഥലം ഏറ്റെടുക്കുന്ന വിഷയത്തിൽ അവിടെ രാഷ്ട്രീയമായി സൃഷ്ടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് വാഗൺ ഫാക്ടറിയുടെ പണി മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. കയർ മേഖലയിലെ ചകിരി സംഭരിച്ചുകൊണ്ട് ഈ ഇടനിലക്കാർ ഇല്ലാതെ അവർ ഒഴിവാക്കിക്കൊണ്ട് തൊഴിലാളികൾക്ക് കൊടുക്കുമായിരുന്നു, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളത്. പക്ഷെ അതിൽ നിന്ന് ഒരു പിന്നാക്കം പോയിരിക്കുന്നു. അപ്പൊ ആ മേഖലയിൽ ആൾക്കാർക്ക് നന്നായി ജോലി കിട്ടുന്നില്ല. പരമ്പരാഗത തൊഴിൽ മേഖലകൾ ആകെ തന്നെ ആലപ്പുഴയിൽ തകർന്നു. ശരിക്കും പറഞ്ഞാൽ വികസനങ്ങളുടെ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ശവപ്പറമ്പായി ആലപ്പുഴ ജില്ല മാറിയിരിക്കുകയാണ്. കയർ മേഖലയ്ക്കും കശുവണ്ടി മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും ഇത്രമാത്രം പിന്തുണ നൽകിയ ഒരു സർക്കാർ ഉണ്ടായിട്ടുണ്ടോ? നമുക്കറിയാം കുട്ടനാട് പാക്കേജ്, അതിന്റെ നടത്തിപ്പിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നു. എങ്കിൽ പോലും ഒരു പ്രദേശത്തിന് വേണ്ടി മാത്രം 1800-ൽ പരം കോടി രൂപ നൽകിയ മറ്റൊരു പദ്ധതി ഉണ്ടായിട്ടുണ്ടോ? കയർ വികസനത്തിനായി നടത്തിയ എത്രയോ വലിയ പദ്ധതികൾ. ഇപ്പൊ തീരദേശത്തിന്റെ കാര്യം നമുക്കറിയാം. തോട്ടപ്പള്ളി ഹാർബറിൽ തന്നെ മണ്ണടിഞ്ഞുകൂടിയ വിഷയത്തിൽ 1,86,00,000 രൂപയാണ് മണ്ണ് നീക്കം ചെയ്യാൻ വേണ്ടി മാത്രം ഈ സർക്കാർ അനുവദിച്ചത്. മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ തോട്ടപ്പള്ളി ഫിഷിംഗ് ഹാർബർ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ബോട്ടുകളുണ്ട്. അതിൽ എണ്ണ പോലും ഇല്ല ഓടിക്കും ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി. എന്തെങ്കിലും സംവിധാനമുണ്ട്? തീരദേശത്തിന്റെ വികസനത്തിനും തീരദേശ ജനതയ്ക്ക് വേണ്ടി ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്ത ഒരു സർക്കാർ ഉണ്ടായിട്ടില്ല. ഞാൻ ഓരോന്നായി പറയാം. ഈ തീരദേശത്ത് ആലപ്പുഴയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് തീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി 12 പുലിമുട്ടുകൾ ഇടാൻ വേണ്ടി 52 കോടി രൂപയുടെ നബാർഡിന്റെ പദ്ധതി, 1000-ഓളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഭവനത്തിന് വേണ്ടിയുള്ള കേന്ദ്ര മത്സ്യഭവന പദ്ധതി നടപ്പിലാക്കിയത് കോൺഗ്രസ് സർക്കാരാണ്. തികഞ്ഞ പരാജയമായിരുന്നു ആലപ്പുഴയിലെ ജനപ്രതിനിധി, കേന്ദ്രമന്ത്രി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരുടെ തൊഴിൽ സംരക്ഷണത്തിന് പദ്ധതി ഉണ്ടായിരുന്നില്ല. മണ്ണെണ്ണ ചെറിയ വിലയ്ക്ക് കൊടുക്കാൻ, ആവശ്യാനുസരണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിട്ടാൽ അതിന് സംവിധാനം ഉണ്ടായിരുന്നില്ല. ജീവൻ രക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. തീര സുരക്ഷ ഇന്ന് വെല്ലുവിളി നേരിടുകയാണ്. തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ സാന്നിധ്യം
ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളിൽ അതിശക്തമാണ്. പശ്ചിമഘട്ട പ്രശ്നം ഭയങ്കരമായിട്ട് ഉന്നയിക്കപ്പെട്ടു, ഭയങ്കര വിഷയമായിരുന്നു. അതുപോലെ തന്നെയുള്ള ഒരു പ്രശ്നമാണ് തീരദേശ പരിപാലന നിയമം. ഇത് രണ്ട് സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഈ പ്രശ്നം വെച്ചോണ്ട് എങ്ങനെ തീരദേശ ജനങ്ങളുടെ വോട്ട് ചോദിക്കാൻ ചെല്ലും? തീരസംരക്ഷണ നിയമത്തിന്റെ വകുപ്പുകൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഏതെങ്കിലും സർക്കാരുകൾക്ക് അഭിപ്രായമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ 60 ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. അന്നത്തെ സംസ്ഥാന ഫിഷറീസ് മന്ത്രി ശ്രീ ശർമ്മയോ ശ്രീ VS അച്യുതാനന്ദനോ കേരള സർക്കാരോ ഒരു മറുപടി പോലും, ഒരു ഭേദഗതി പോലും നിർദ്ദേശിച്ചില്ല. അന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ ശ്രീ ഉമ്മൻചാണ്ടി മാത്രമാണ് അന്ന് നിലയിൽ വന്ന CRZ നിയമത്തിൽ ഒരു ഭേദഗതി നിർദ്ദേശിച്ചത്. അപ്പോ ആ ഗവൺമെന്റിന്റെ നിരുത്തരവാദിത്തപരമായ സമീപനം, അന്ന് കേരളം ഭരിച്ച ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാടുകളാണ് CRZ നിയമത്തിൽ അപാകതകൾ ഉണ്ടാക്കിയത്. T.T. ബൽറാമിന്റെ നികൃഷ്ടജീവി പ്രയോഗം ഒരു ബിഷപ്പിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രയോഗത്തെ BJPയുടെ നിലപാട് എന്താണെന്ന് ഒന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ലിജുനും പറയാം ആ കാര്യത്തിൽ. നികൃഷ്ടജീവി എന്ന പ്രയോഗം കേരളത്തിന്റെ രാഷ്ട്രീയ നിഘണ്ടുവിൽ ആദ്യമായി കൊണ്ടുവന്നത് താമരശ്ശേരി ബിഷപ്പിനെതിരെ ശ്രീ പിണറായി വിജയനാണ്. ഞാൻ ഒരു ബിഷപ്പിനെ അല്ല, ഒരു വ്യക്തിയെ നികൃഷ്ടജീവി കേരളത്തിൽ ആവിഷ്കരിച്ചത് ശ്രീ പിണറായി വിജയനാണ്. KS മനോജ് MP 5 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ആ KS മനോജ് MPക്ക് എന്താണ് ഇപ്പൊ സംഭവിച്ചത്? നിങ്ങൾ ആരെങ്കിലും ഒന്നാം UPA ഗവൺമെന്റ് കാലഘട്ടത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ഉൾപ്പെടെയുള്ള നിയമങ്ങൾ പാസ്സാക്കുന്നതിന് വേണ്ടി ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടൽ നടത്താനായിട്ട് ഡോക്ടർ KS മനോജ് MP ആണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MP ആണ് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാലാകാലങ്ങളിൽ വരുന്നതാണ്. അത് അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യമായിരിക്കാം. നികൃഷ്ടജീവി പ്രയോഗം ഇവിടെ വന്നു. ഈ ആലപ്പുഴയിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് ബഹുമാനപ്പെട്ട SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരായി പ്രമേയം പാസാക്കിയ DCC ആണ് ആലപ്പുഴയിലെ DCC. ഞാൻ ആ കാര്യത്തെ സംബന്ധിച്ച് എനിക്കൊരു നിലപാടുണ്ട്, ഭാരതീയ ജനതാ പാർട്ടിക്ക് നിലപാടുണ്ട്. അല്ല, DCCയുടെ പ്രമേയത്തിന് ഞങ്ങൾക്ക് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല, എനിക്കൊരു നിലപാടുള്ളത്. പക്ഷേ സരിതയുടെ പ്രശ്നത്തിൽ സീറോ മലബാർ സഭയുടെ ഒരു വക്താവ് പോൾ തേലക്കാട് ഉമ്മൻചാണ്ടി കള്ളന് കഞ്ഞി വെച്ചവനാണെന്നും ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് സംശയത്തിന്റെ നിഴലിലാണെന്നും അതുകൊണ്ട് ഉമ്മൻചാണ്ടി രാജിവെക്കേണ്ടതാണ് എന്ന് ഫാദർ പോൾ തേലക്കാട് പറഞ്ഞ ആ സമയം പോൾ തേലക്കാടിനോട് പ്രതിഷേധിച്ചില്ല. ഒരു കാര്യം കൂടി പറയട്ടെ, NSS ജനറൽ സെക്രട്ടറിയെ KSUക്കാരൻ മുതൽ മൂത്ത കോൺഗ്രസുകാർ വരെ അപമാനിച്ചു. പക്ഷേ ഇടുക്കി ബിഷപ്പിന്റെ പേരിൽ എടുത്തിരിക്കുന്ന സമീപനം വ്യത്യസ്തമായ സമീപനമാണ്. ഇത് സംഘടിതമായ വോട്ട് ബാങ്കിൽ കണ്ണു നട്ടുകൊണ്ടുള്ള സമീപനമാണ്. ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല, ആധുനിക കേരളത്തിനും ഭൂഷണമല്ല. കേരളത്തിൽ സാമൂഹ്യ മാറ്റത്തിനും സാമൂഹ്യ പരിഷ്കരണത്തിനും വഴിതെളിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളെ പ്രതിദാനം ചെയ്യുന്ന SNDP യോഗവുമായി കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഈ 10 വർഷം ഭരിച്ചിട്ട് സാമ്പത്തിക വിദഗ്ധനായ ഒരു മനുഷ്യൻ ഭരിച്ച് 10 വർഷം കഴിഞ്ഞിട്ട് ഒന്നും നേടാൻ പറ്റാത്ത രീതിയിൽ വന്നിട്ട് ഇപ്പോൾ ഭാവിയിൽ ഇനി രാഹുൽ ഗാന്ധിയാണെന്ന് പറയുന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് നടന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് ഇന്ത്യ എന്ന രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പൊ എന്നോട് സംസാരിച്ചിരിക്കുന്ന സുഹൃത്തിന്റെ കയ്യിൽ വരെ മൊബൈൽ ഫോണുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഒരു STD ബൂത്ത് പോലും ഒരു ഗ്രാമത്തിലില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ലോകത്തിലെ ഏറ്റവും കൂടുതൽ മൊബൈൽ സാന്ദ്രതയുള്ള, ഏറ്റവും കൂടുതൽ ആശുപത്രികളുള്ള, വലിയ തോതിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ പോലെ 60 കോടിയിൽ പരം വരുന്ന ജനതയ്ക്ക് തൊഴിൽ നൽകുന്ന, 82 കോടി ജനങ്ങളെ ഭക്ഷ്യസുരക്ഷ അവകാശമാക്കി മാറ്റിയ, വിജ്ഞാനവും വിവരവും അറിവും അവകാശമാക്കി മാറ്റിയ മറ്റൊരു സർക്കാർ ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇതൊക്കെയാണ് ഈ സർക്കാരിന്റെ നേട്ടങ്ങൾ. ഇവിടെ ലിജു സൂചിപ്പിച്ച നിരവധിയായ നിയമനിർമ്മാണങ്ങൾ UPA സർക്കാരിന്റെ സംഭാവനയായിട്ടുണ്ട്. പക്ഷേ നിയമങ്ങളാകെ വറുത്തുകുത്തിയാൽ അടുക്കള പുകയില്ല. സാധാരണക്കാരന്റെ പട്ടിണി മാറ്റാൻ, രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷിതമാക്കാൻ, വിലക്കയറ്റം പിടിച്ചു നിർത്താൻ, രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ സാധിക്കുന്ന, കാർഷിക രംഗത്ത് പുരോഗതിയിലേക്ക് നയിക്കാൻ സാധിക്കുന്ന ഒരു പുത്തൻ സർക്കാർ 16ാം തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് കേന്ദ്രത്തിലുണ്ടാവും. അത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആയിരിക്കും എന്നാണ് BJP അഭിപ്രായം. ചർച്ചയിൽ പങ്കെടുക്കുന്ന ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായ ഒട്ടേറെ കേന്ദ്രമന്ത്രിമാരെ സൃഷ്ടിച്ച ആലപ്പുഴയുടെ തിരഞ്ഞെടുപ്പ് ചൂടാണ് നമ്മളിവിടെ കണ്ടത്. കോഴിക്കോട് സമാപിക്കുന്നു. നാളെ മറ്റൊരു മണ്ഡലത്തിൽ